ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജെനിജി. ചിലപ്പോഴൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ആരെയും ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും, അല്ലടാ ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാതിരുന്ന്? അപ്പം നമ്മൾ ഓരോ എക്സ്ക്യൂസ് പറയും. ഞാനേ വാഹനം ഓടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ പറയും ഞാൻ കുളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ, നമ്മൾ എന്തോ ചെയ്യുകയായിരുന്നു എന്നാണ് പറയുക. ഈ ആശയം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? ഇവിടെയാണ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയുന്ന ഒരു ടെൻസ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നേരത്തെ പഠിച്ചു. അത് ഇപ്പം എന്തെങ്കിലും സംഭവം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യം, ആ സമയത്ത് വി വർ ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ഷൻ, നമ്മളൊരു പ്രവൃത്തി തുടങ്ങി അവസാനിച്ചിട്ടില്ല, അതിനിടയ്ക്കായിരുന്നു എന്ന് പറയാനാണ് ഈ ടെൻസ് ഉപയോഗിക്കുക. അപ്പോൾ അതിനൊരു ഫോം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിൻ്റെ ഫോമാണ് സബ്ജക്റ്റ് പ്ലസ് വാസ് വർ പ്ലസ് V4. നേരത്തെ നമ്മൾ പഠിച്ച ഈസാമാർ പ്ലസ് V4 ആണെങ്കിൽ ആ ഈസാമാർ മാറി വോസ് വർ പ്ലസ് V4. അപ്പോൾ ഈസാമാറിൽ നിന്ന് വോസ് വർ വരുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആശയം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഹൗ മെനി ടൈംസ് ഡിഡ് ഐ കോൾ യു? വൈ ഡിഡ്ന്റ് യു ആൻസർ ദ ഫോൺ? ഹൗ മെനി ടൈംസ് ഡിഡ് ഐ കോൾ യു? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു? വൈ ഡിഡ്ന്റ് യു ആൻസർ ദ ഫോൺ? നീ എന്താ ഫോൺ എടുക്കാഞ്ഞത്? അപ്പം നമ്മൾ പറയുന്നതാണ്, ഞാൻ വാഹനം ഓടിക്കുകയാണ്, ഐ വാസ് ഡ്രൈവിങ്. അല്ലെങ്കിൽ നമ്മൾ പറയും ഐ വാസ് അറ്റൻഡിങ് എ മീറ്റിംഗ്, ഞാനൊരു മീറ്റിങ്ങിലായിരുന്നു. ഓർ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത്, ഞാൻ കുളിക്കുകയായിരുന്നു. ഓർ ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മുടെ എക്സ്ക്യൂസ്. അപ്പോൾ ഇവിടെയാണ് ഈ ടെൻസിൻ്റെ പ്രയോഗം, നമ്മൾ എന്തോ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിനും 4 തരത്തിലുണ്ട്, 4 തരത്തിൽ വാക്യങ്ങൾ ഉണ്ടാക്കാം നമുക്ക് ഇവിടെയും. ഫോർ എക്സാമ്പിൾ, ഹി വാസ് സ്ലീപ്പിംഗ്. അപ്പം വാസും വേറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. വാസ് സിംഗുലർ ആണ്, ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, രാജു വാസ് എന്നൊക്കെ പറയും. ഒന്നിലധികം ഇത് വരുമ്പോഴാണ് WER വേർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വി വേർ, യു വേർ, ദേ വേർ, ബോയ്സ് വേർ, ഗേൾസ് വേർ എന്നൊക്കെ ഉപയോഗിക്കും. ഇപ്പോൾ 2 എക്സാമ്പിൾ നോക്കാം. ഹി വാസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയായിരുന്നു. ഹി വാസിന്റ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങുകയായിരുന്നില്ല. വാസ് ഹി സ്ലീപ്പിംഗ്? നീ അവിടെ എത്തുമ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. വാസ് ഹി സ്ലീപ്പിംഗ്? വാസിന്റ് ഹി സ്ലീപ്പിംഗ്? അല്ല, അവൻ ഉറങ്ങുകയായിരുന്നില്ലേ? സോ 4 എണ്ണമായി. ഹി വാസ് സ്ലീപ്പിംഗ്, ഹി വാസിന്റ് സ്ലീപ്പിംഗ്, വാസ് ഹി സ്ലീപ്പിംഗ്, വാസിന്റ് ഹി സ്ലീപ്പിംഗ്. അതുപോലെ അതിൻ്റെ ഒരു പ്ലൂരൽ ഫോം, ഒരു എക്സാമ്പിൾ നോക്കുക. ദേ വർ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയായിരുന്നു. ദേ വർ, ഞാൻ അവിടെ എത്തിയപ്പം ദേ വർ സ്ലീപ്പിംഗ്. ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ ഉറങ്ങുകയായിരുന്നില്ല. ദേ വേറിൻറ്റ് സ്ലീപ്പിംഗ്, വേർ നോട്ടാണ് ഷോർട്ടായിട്ട് ദേ വേറിൻറ്റ് സ്ലീപ്പ്. ചോദ്യം ചോദിക്കും, അല്ല അവർ ഉറങ്ങുകയായിരുന്നു. വേർ ദേ സ്ലീപ്പിംഗ്, അവർ ഉറങ്ങുകയായിരുന്നില്ലേ? വേറിൻ ദേ സ്ലീപ്പിംഗ്. അവർ പഠിച്ചു. ഇത്രേ ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രധാനമായിട്ടും നമ്മൾ എന്തോ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു എന്ന് പറയാനാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ ഒരു ഷോർട്ട് ആക്ഷനും വരും, ഒരു ലോങ് ആക്ഷനും വരും. കാരണം പെട്ടെന്ന് കുറച്ച് നേരത്തേക്ക് നിൽക്കുന്നതാണ് നമ്മൾ ഷോർട്ട് ആക്ഷൻ എന്ന് പറയാം. കുറച്ച് സമയം എടുക്കുമ്പോഴേക്കും അത് ലോങ് ആക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വൈൽ ഐ വാസ് റീഡിങ് ദ പവർ വെൻറ്റ് ഔട്ട്. വൈൽ ഐ വാസ് റീഡിങ്, ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, വൈലാണ്. വൈൽ ഐ വാസ് റീഡിങ്, ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പം ദ പവർ വെൻറ്റ് ഔട്ട്. പവർ വെൻറ്റ് ഔട്ട് മീൻസ് കറണ്ട് പോയി എന്നാണ്. ഇവിടെ കറണ്ട് വെൻറ്റ് ഔട്ട് എന്നൊന്നും ഇംഗ്ലീഷ് പറയാറില്ല സാറിന്. ദ പവർ വെൻറ്റ് ഔട്ട്, കറണ്ട് പോയി എന്നാണ്. ഇതേ ആശയം നമുക്ക് തിരിച്ചു പറയാം. വെൻ ദ പവർ വെൻറ്റ് ഔട്ട് ഐ വാസ് റീഡിങ്, കറണ്ട് പോയപ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. വെൻ ദ പവർ വെൻറ്റ് ഔട്ട് ഐ വാസ് റീഡിങ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ലോങ് ആക്ഷൻ്റെ മുമ്പിൽ വൈലും ഷോർട്ട് ആക്ഷൻ്റെ മുമ്പിൽ വെന്നും ചേർക്കും. രണ്ടിനും അപ്പോൾ, എപ്പോൾ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ഉപയോഗത്തിലൊരു നേരിയ വ്യത്യാസം. അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഇപ്പം ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതേ ടെൻസ് ഉപയോഗിക്കുന്ന 2 ആക്ഷൻസ് ആർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം, ഒരേ സമയത്ത് 2 കാര്യങ്ങൾ നടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, വൈൽ ഐ വാസ് കുക്കിംഗ് ഹി വാസ് കട്ടിംഗ് ദ വെജിറ്റബിൾസ്. വൈൽ ഐ വാസ് കുക്കിംഗ്, ഞാനിതിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം അവൻ പച്ചക്കറി നുറുക്കിയായിരുന്നു. വൈൽ ഐ വാസ് കുക്കിംഗ് ഹി വാസ് കട്ടിംഗ് the vegetables. Or while he was singing she was dancing, അവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നൃത്തം ചെയ്യായിരുന്നു. while he was singing she was dancing. ഇപ്പോൾ രണ്ടും ഒരേ സമയത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ? ഇനി ഇതിന് ഒരു ഇതുകൂടി ഉണ്ട്, ഹാബിച്വൽ ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ സംഭവമാണ്, പക്ഷേ അതൊരു ഹാബിറ്റ് പോലെ തുടരുമ്പോൾ അവിടെ ഓൾവേസ്, കോൺസ്റ്റന്റ്ലി എന്നുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ഹി വാസ്
He was always telling jokes. He was always telling jokes. What's the meaning? അവൻ എപ്പോഴും തമാശ പറയുമായിരുന്നു. അവിടെ നമ്മളൊരു ഇഷ്ടത്തോടു കൂടിയാണ് പറയുന്നത്. He was always telling jokes. ചിലപ്പോൾ പറയും they were constantly quarreling. They were constantly quarreling each other. Constantly means തുടർച്ചയായിട്ട്. Constantly. They were constantly quarreling each other. അവർ തുടർച്ചയായിട്ട് ഇങ്ങനെ വഴക്ക് കൂടുമായിരുന്നു. അപ്പോൾ അതിന് പോസിറ്റീവിനും നെഗറ്റീവിനും ഒരുപോലെ ഈ ടെൻസ് ഉപയോഗിക്കും. Then he was always helping me. അവൻ എപ്പോഴും എന്നെ സഹായിക്കും. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും he was always helping me. ഇത് വേറൊരു യൂസ്ഡ് ടു ഉപയോഗിച്ച് പഠിക്കാനുണ്ട് നമ്മൾ. അത് കുറേ കഴിഞ്ഞിട്ട് പഠിക്കാം. ഇപ്പം ഈ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇതുപോലെ ഒരു ഹാബിച്വൽ ആക്ഷൻ, ടെമ്പററി ഹാബിച്വൽ ആക്ഷൻ എന്നൊക്കെയാണ് അതിന് പറയുക. കുറച്ച് കാലം ഉണ്ടായിരുന്നു, അത് സൂചിപ്പിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ചെറിയ ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ആ ഡയലോഗ് പറയുമ്പോൾ നിങ്ങൾക്കിതൊന്നും കൂടി മനസ്സിലാവും. See, what were you doing when I called you? What were you doing when I called you? അല്ല, ഞാൻ നിന്നെ വിളിച്ചപ്പോൾ നീ എന്തെടുക്കുകയായിരുന്നു? Did you call me? When? Did you call me? നീ എന്നെ വിളിച്ചിരുന്നോ? Did you call me? When? എപ്പോഴാണ് വിളിച്ചത്? This morning at 10:30. ഇന്ന് രാവിലെ 10:30 ഞാൻ നിന്നെ വിളിച്ചിരുന്നു. This morning at 10:30. Did you? I'm sorry. വിളിച്ചിരുന്നോ? സോറി, ഞാൻ കേട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. Actually, what was I doing then? അപ്പം ഞാൻ സ്വന്തം എന്നോട് തന്നെ ചോദിക്കുകയാണ്. ആക്ച്വലി ശരിക്കും വാട്ട് വാസ് ഐ ഡൂയിങ് ദെൻ? ഞാൻ ശരിക്കും എന്തെടുക്കുകയായിരുന്നു? ഓ, അപ്പോൾ അതിൻ്റെ ഒരു മറുപടി നോക്കണം. ഓ, ഐ വാസ് ഓൺ ദ ബസ്. ഐ വാസ് കമ്മിങ് ടു ദ ടൗൺ. ഞാൻ ടൗണിലേക്ക് വരികയായിരുന്നു, ബസ്സിലായിരുന്നു, ടൗണിലേക്ക് വരികയായിരുന്നു. ദർ വാസ് നോ റേഞ്ച്. അവിടെ ഒന്നും റേഞ്ച് ഇല്ലായിരുന്നു. ദാറ്റ്സ് വൈ ഐ ഡിഡിൻറ്റ് ഹിയർ. അതാണ് ഞാൻ കേൾക്കാതിരുന്നത്. ദാറ്റ്സ് വൈ ഐ ഡിഡിൻറ്റ് ഹിയർ. ഈ ഒരു ഡയലോഗ് ശ്രദ്ധിച്ച് നോക്കി. ഇതിൽ പല ടെൻസുകളും കൂട്ടി യോജിപ്പിച്ച്, നമുക്ക് ഒരു ടെൻസിൽ കൊണ്ട് മാത്രമല്ല പല ടെൻസും കൂട്ടി യോജിപ്പിച്ചാണ് നമ്മുടെ സംഭാഷണം. അപ്പോൾ അത് ഏകദേശം മനസ്സിലായി കാണുന്നില്ല. ഇന്നും നമുക്കൊരു ഫ്രേസ് കൂടി പഠിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരിതാണ്, കള്ളനെ കയ്യോടെ പിടികൂടി. എന്തായാലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കള്ളനെ കയ്യോടെ പിടികൂടി എന്ന് പറഞ്ഞാൽ while somebody was doing something wrong or a crime, he was caught. എന്തോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ പിടികൂടുന്നതിനെയാണ് കള്ളനെ കയ്യോടെ പിടികൂടി എന്നൊരു പ്രയോഗം മലയാളത്തിലുള്ളത്. അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് പ്രയോഗം എന്താണ്? ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്നാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. അപ്പോൾ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ ചുവന്ന കയ്യോടുകൂടി പിടികൂടി എന്നല്ല, കയ്യോടെ പിടികൂടി എന്നാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഒരു 2-3 എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ വേണ്ടി വരുന്ന. ദ തീഫ് വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. ദ തീഫ് കള്ളനാണ്. ദ തീഫ് വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. കള്ളനെ കയ്യോടെ പിടികൂടി. മൈ മദർ കോട്ട് മീ റെഡ് ഹാൻഡഡ് വൈൽ ഐ വാസ് സ്റ്റീലിംഗ് ഉണ്ണിയപ്പം ഫ്രം ദ കിച്ചൺ. മൈ മദർ കോട്ട് മീ റെഡ് ഹാൻഡഡ് വൈൽ ഐ വാസ് സ്റ്റീലിംഗ് ഉണ്ണിയപ്പം ഫ്രം ദ കിച്ചൺ. ഉണ്ണിയപ്പം അമ്മ വയറ് നിറച്ച് തന്നിട്ട് പോലും ഞാൻ നേരത്തെ നമ്മൾ അതിൻ്റെ തത്തുല്യമായ വേറൊരു പ്രയോഗം പഠിച്ചു വെച്ചതാണ്. ഏതായാലും ഇത് കട്ടടിക്കുമ്പം എന്നെ കയ്യോടെ അമ്മ പിടിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ദ ഓഫീസർ വാസ് കോട്ട് റെഡ് ഹാൻഡഡ് വൈൽ ടേക്കിംഗ് ബ്രൈബ്സ്. ദ ഓഫീസർ വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. ഓഫീസറെ കയ്യോടെ പിടികൂടി. എപ്പോഴാണ്? വൈൽ ടേക്കിംഗ് ബ്രൈബ്സ്. കൈക്കൂലി വാങ്ങിക്കുക. ടേക്ക് ബ്രൈബ്സ് എന്ന് പറഞ്ഞാൽ കൈക്കൂലി വാങ്ങിക്കുകയാണ്. ടേക്കിംഗ് ബ്രൈബ്സ് കൈക്കൂലി വാങ്ങിക്കുമ്പോൾ ഓഫീസറെ കയ്യോടെ പിടി. കണ്ടില്ലേ, ഈ പ്രയോഗമൊക്കെ നമുക്ക് ക്യാച്ച് റെഡ് ഹാൻഡഡ് എന്ന ആ ഫ്രേസ് അറിയുമെങ്കിൽ പലപ്പോഴും നമുക്കിത് പറയേണ്ടി വരും. അപ്പോൾ ഈ ഫ്രേസൊക്കെ ഇതൊക്കെ കാണാതെ തന്നെ പഠിക്കുക. ദ തീഫ് വാസ് കോട്ട് റെഡ് ഹാൻഡഡ്, ഓർ മൈ മദർ കോട്ട് മീ റെഡ് ഹാൻഡഡ്, ഓർ ദ ഓഫീസർ വാസ് കോട്ട് റെഡ് ഹാൻഡഡ്. ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കുക. കാരണം ഇത് പലപ്പോഴും നമുക്ക് പറയേണ്ടി വരും. ഓഫീസറുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും പറയതോ, വേറെ ഏതെങ്കിലും ഒരു ഓഫീസറെ പിടിച്ചു എന്നോ ഒരു ഉദ്യോഗസ്ഥനെ പിടിച്ചു എന്നോ ഒക്കെ ആയിരിക്കും പറയേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാതെ തന്നെ പഠിച്ച് പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ധാരാളം പേര് മെസ്സേജ് ഇത് തരുന്നുണ്ട്. അവരിത് ഇഷ്ടപ്പെട്ട് അവരുടെ നല്ല അഭിപ്രായങ്ങളാണ്. അതിനോടൊക്കെ നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് ബൈ ടിൽ വി മീറ്റ് അഗെയിൻ.